നിർദ്ദേശിക്കാറുണ്ട്. അസ്ഥിസന്ധിഗത രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ മുതലായവയിൽ പുനരധിവാസ വ്യായാമങ്ങളിൽ ഉൾപ്പെടുത്തി പേശികൾക്ക് സ്ട്രെച്ചിങ്ങും ബലവും നൽകാനായി യോഗാസനങ്ങളിൽ ചിലത് ഉൾപ്പെടുത്താറുണ്ട്. കൂടാതെ നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി മുതലായ പ്രാണായാമങ്ങൾ, ധ്യാനം മുതലായവ രോഗസംബന്ധമായോ അല്ലാതെയോ ഉള്ള മാനസിക പിരിമുറുക്കം കുറച്ച് മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതിനാൽ അതുമൂലം വേദനകൾക്കും അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നതായി കണ്ടുവരുന്നു. മെറ്റബോളിക് അഥവാ ഉപാപചയ സംബന്ധമായ രോഗങ്ങളിൽ ശരീരത്തിന്റെ ഉപാപചയം മെച്ചപ്പെടുത്തുകയും ശരീരഭാരവും പല ഹോർമോണുകളുടെ പ്രവർത്തനവും ആരോഗ്യകരമായി നിലനിർത്താനും യോഗ തെറാപ്പി ഫലപ്രദമാണ്. നാഡീസംബന്ധമായ രോഗങ്ങളിൽ പുനരധിവാസ വ്യായാമമായും ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടുത്താനും യോഗ തെറാപ്പി സഹായകമാണ്. യോഗ തെറാപ്പിയായി ചെയ്യുമ്പോൾ അത് അംഗീകൃത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്.